ഈ പണം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ ബിൽഡ് ചെയ്തൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ കയ്യിലേക്ക് എത്ര പണം വരണം, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പണം ലീവ് ചെയ്യണം, നമ്മുടെ കൺട്രോളിൽ എത്ര പണം ബാക്കിയിരിക്കണം, ഈ എല്ലാ കാര്യങ്ങളും. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കുറച്ചു നേരം ഒന്ന് പോസ് ചെയ്ത് ഈ സിസ്റ്റം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. നമ്മുടെ ചുറ്റുമുള്ള വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഈ ഫ്ലോ നാച്ചുറലി മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻകം വളരെ കുറവാണെങ്കിൽ പോലും അവർ അത്യാവശ്യം മോശമില്ലാതെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടുകൂടി നമ്മുടെ ചുറ്റും തന്നെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 80% ആളുകൾക്കും ഈ ഫ്ലോ നാച്ചുറലി മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതിന്റെ കാരണം എന്താണ്? ഇതൊരു നാച്ചുറൽ ഫ്ലോ അല്ല. കാരണം ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സിസ്റ്റംസും ലോസുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ പെടുന്ന 80% ആളുകൾക്കും ഇൻകം കൂടിയാൽ പോലും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കോ മനസമാധാനമായിട്ട് പണം ചെലവാക്കുന്ന ഒരു അവസ്ഥയിലേക്കോ എത്തിപ്പെടാൻ സാധിക്കില്ല. സ്ട്രെസ് മാത്രമായിരിക്കും മിക്കപ്പോഴും നമുക്ക് വരുന്ന റിസൾട്ട്. ഈ വീഡിയോയിൽ നമ്മൾ മനുഷ്യർ തന്നെ ബിൽഡ് ചെയ്ത ആ സിസ്റ്റത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അവിടെയുള്ള പാറ്റേൺസ് ക്ലിയർ ആയി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൽ ഈ വീഡിയോ കണ്ടതിന് മുമ്പും ശേഷവും എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മാർക്ക് ചെയ്യും. പല സെക്ഷനായിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് പോലും ആക്ഷനബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ആ സെക്ഷനിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ ആക്ഷനബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന എന്തൊക്കെയാണ് എന്നും ഞാൻ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് ഓരോ സെക്ഷനായിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ കേട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാ ആളുകളും ഒരു 5 സെക്കൻഡ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു 5 അനാവശ്യ ചെലവുകൾ മനസ്സിലൊന്ന് ഓർത്തേ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഈ ചോദ്യം ഞാനൊന്ന് ചോദിച്ചിരുന്നു. അന്ന് പല ആളുകളും ഒരുപാട് തരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കമന്റ് സെക്ഷൻ ആയിരുന്നു അന്ന്. മദ്യപിക്കുന്നത്, ഐഫോൺ വാങ്ങിക്കുന്നത്, ഒരുപാട് ഫുഡ് ഡെലിവറി ഓർഡർ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള പെർസ്പെക്റ്റീവുകൾ ഞാൻ അവിടെ അന്ന് കണ്ടു. പക്ഷേ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്താണ് ശരിയായിട്ടുള്ള അനാവശ്യ ചെലവ്? ഇപ്പോൾ ഒരാൾ തീരുമാനിക്കുന്നു, ഞാൻ ഒരു മാസം നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാസത്തിൽ 2 ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് മദ്യപിക്കുന്നു, അതല്ലെങ്കിൽ 5 ദിവസം മദ്യപിക്കുന്നു, 10 ദിവസം മദ്യപിക്കുന്നു, അതല്ലെങ്കിൽ എത്ര ദിവസവും ആയിക്കോട്ടെ. അതേപോലെ തന്നെ മറ്റൊരാൾ തീരുമാനിക്കുന്നു, വീക്കിലി ഞാൻ 1-2 ദിവസം പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമെന്ന്. അവരുടെ വരുമാനം അനുസരിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞത് മദ്യപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഞാൻ പറഞ്ഞത് അവരുടെ വരുമാനം അനുസരിച്ച് അവർ സ്വന്തമായിട്ട് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു മാസം 5 ദിവസമോ 10 ദിവസമോ മദ്യപിക്കുമെന്ന്. ഈ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ലിമിറ്റിന് മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് അതിനെ അനാവശ്യ ചെലവ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. അല്ലേ? ഏതൊരു സാധനവും, അത് നമ്മൾ വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കുന്നതാണെങ്കിലും OTT സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ഷോപ്പിംഗ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾ നിശ്ചയിച്ച അളവിന് മുകളിൽ പോകുമ്പോഴാണ് നമുക്കതിനെ അനാവശ്യ ചെലവെന്ന് വിളിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ അനാവശ്യ ചെലവ് വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ കൺട്രോൾ, ആ ബൗണ്ടറി, ആ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, ഓരോ കാര്യത്തിനും, നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ റഫായിട്ടുള്ള ഒരു ബൗണ്ടറിയോ ലിമിറ്റോ സെറ്റ് ചെയ്യുക. പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഇതെല്ലാം ആവശ്യം, ഇതെല്ലാം അനാവശ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ പണ്ട് മിസ്റ്റർ ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെ, നിങ്ങളുടെ അനാവശ്യം വേറൊരാളുടെ ആവശ്യമായിരിക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വരുമാനം അനുസരിച്ചുള്ള ലിമിറ്റ് സെറ്റ് ചെയ്യുക. സിമ്പിൾ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്പെൻസ് അവയർനെസ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കണ്ട ഈ കാര്യങ്ങളിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ആക്ഷൻ എന്താണ്? കഴിഞ്ഞ മാസം നിങ്ങൾ ചെലവാക്കിയതെല്ലാം പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അവിടെ ആ പേപ്പറിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരും ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്തത് എന്ന്. അതിൽ പല കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ എണ്ണം കുറയ്ക്കുക. എവിടെയാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ള പണം ലീക്കായി പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പേപ്പറിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് മന്ത് തൊട്ട് ആ ബൗണ്ടറി ലിമിറ്റിൽ തന്നെ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാനും ശ്രമിക്കുക. ഇനി അടുത്ത സെക്ഷൻ, നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ച് നമ്മൾ ബില്ല് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ബില്ലിംഗ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ ക്യാഷ് ആണോ കാർഡാണോ എന്ന് ചോദിക്കുക, അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് ഒരു സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ക്യാഷ് പേ ചെയ്യുന്ന, അതായത് പേയ്മെന്റ് പേജിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്? ക്യാഷ് ആണോ, കാർഡാണോ, കടമാണോ,
EMI ആണോ, ബൈ നൗ പേ ലേറ്റർ ആണോ, ഈ ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ ഉണ്ട്. പണം ബോറോ ചെയ്യുക, അതല്ലെങ്കിൽ പണം കടമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ സിസ്റ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബൈ നൗ പേ ലേറ്റർ എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഇപ്പൊ തുടങ്ങിയ സിസ്റ്റം ഒന്നുമല്ല. 19ാമത്തെ സെഞ്ചുറിയിൽ തന്നെ ഇത് ഉണ്ട്. 1890കളിൽ നമ്മളൊക്കെ കാണുന്ന ഈ സിംഗർ എന്ന് പറയുന്ന സൂയിങ് മെഷീൻ ഇല്ലേ, അതായത് തുണി തയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ, $1 ഡൗൺ $1 എ വീക്ക്, അതായത് $1 കൊടുത്താൽ മെഷീൻ വാങ്ങിക്കാം, അതിനുശേഷം എല്ലാ ആഴ്ചയിലും ഓരോ $1 വീതം കൊടുത്ത് ഈ മെഷീന്റെ പണം അടച്ചു തീർക്കുന്ന തരത്തിലുള്ള സിസ്റ്റം ഒക്കെ 19ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് വായിക്കുന്ന സമയത്തോ റിസർച്ച് ചെയ്യുന്ന സമയത്തോ കാണാൻ സാധിക്കും. പക്ഷേ അന്ന് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? അന്ന് ആ പ്രോഡക്റ്റ് ആണ് അവർ വിൽക്കുന്നത്. ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് നമുക്ക് ഒരു സഹായം പോലെ ഈ പണം ബോറോ ചെയ്യുന്ന സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തു. നമുക്ക് മാത്രം ഹെൽപ്പ് അല്ല, അവർക്ക് ആ ഉണ്ടാക്കി വെച്ച മെഷീൻ വിറ്റുപോകാനും എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സിസ്റ്റം അവർ ബിൽഡ് ചെയ്തത്. പക്ഷെ ആ സിസ്റ്റം ബിൽഡ് ചെയ്തത് ആ ഒരു പ്രോഡക്റ്റിന് അറൗണ്ട് ആയിരുന്നു. അത് നമ്മൾ നോട്ട് ചെയ്യണം. പക്ഷെ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ഏതാണെങ്കിലും നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ കയറിയോ, ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റിൽ മാത്രമല്ല കടകളിൽ പോലും ഈ പേ ലേറ്റർ സ്കീം ഉണ്ട്. നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും പ്രോഡക്റ്റ് ഏതാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഇറെലവൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ശരിക്കും വാങ്ങിക്കുന്നത് ആ പ്രോഡക്റ്റ് ആണോ അതോ ആ EMI ആണോ? നമ്മൾ വാങ്ങിക്കുന്ന ആ പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനി ഉണ്ടാക്കുന്നതിനേക്കാളും പ്രോഫിറ്റ് ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് EMI തരുന്ന കമ്പനീസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നല്ല പോലെ ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ഫെസിലിറ്റീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് അല്ല ശരിക്കുള്ള പ്രോഡക്റ്റ്, EMI ആണ് അവിടെ ശരിക്കുള്ള പ്രോഡക്റ്റ്. ഈ ഡെറ്റ് അല്ലെങ്കിൽ കടം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ പണം ബോറോ ചെയ്യുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ആ ഡെറ്റിന് തന്നെ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. അത് വരുന്ന സെക്ഷനിൽ നമുക്ക് കാണാം. പക്ഷേ ഈ ഡെറ്റ് അല്ലെങ്കിൽ ബോറോയിങ് അല്ലെങ്കിൽ കടം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോമാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നറേറ്റീവ്, ആ ഒരു നറേറ്റീവ് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഡീൽ ചെയ്യാൻ. അങ്ങനെ ഒരു ക്ലാരിറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പഠിക്കും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ഡെറ്റ് അല്ലെങ്കിൽ കടമെടുക്കുക, പണം കടമെടുക്കുക, ബോറോ ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോമാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ഏറ്റവും ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, കടയിൽ പോയി എന്ത് സാധനം വാങ്ങിച്ചാലും, ഓൺലൈനായിട്ട് എന്ത് സാധനം മേടിച്ചാലും, ഞാൻ എന്ത് പർച്ചേസ് ചെയ്താലും എനിക്കത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ വളരെ നോർമൽ ആയിട്ടുള്ളൊരു സംഭവമാക്കി മാറ്റുക കടം വാങ്ങിക്കുന്നത്. ആ സിസ്റ്റത്തിന് നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക. നാളെ രാവിലെ തൊട്ട് നിങ്ങളുടെ ഇൻകം 0 ആണ്. ഒരു സെക്കൻഡ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്നിരുന്ന് കണ്ണടച്ച് ഈ കാര്യം ഒന്ന് ഇമാജിൻ ചെയ്യൂ. എക്കണോമിസ്റ്റുകൾ ഈ ഒരു ടെസ്റ്റിനെ വിളിക്കുന്നത് ഷോക്ക് ടെസ്റ്റ് എന്നാണ്. അപ്പൊ എന്റെ ചോദ്യം, എത്ര ദിവസം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും? 5 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമോ? 10 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമോ? 1 മാസം, 2 മാസം, എത്ര നാള് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും? പേടിക്കേണ്ട. ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത് നമ്മൾ മാത്രമല്ല, വലിയ വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെ പോലും ആളുകൾ, മജോറിറ്റി ആളുകൾക്കും 1 മാസം പോലും ഈ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻസിനെ പറ്റിയൊക്കെ വളരെ കുറച്ചെങ്കിലും അവയർനെസ് ഉള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എമർജൻസി ഫണ്ടിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് എന്ന്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ സ്ഥിരം നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകാം എന്ന്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ഞാൻ പറയാം. നിങ്ങൾ സമാധാനമായിട്ട് അതൊന്ന് കേൾക്കുക. ഒന്നാമത്തെ കാര്യം, കണക്കുകൾ പറയുന്നത് എമർജൻസി ഫണ്ട് ഉള്ള ഹൗസ് ഹോൾഡുകൾ, അതായത് എമർജൻസി ഫണ്ട് ഉള്ള വീടുകളിൽ അവര് കടക്കെണിയിലേക്ക് പോകാനുള്ള ചാൻസ് 70% കുറവാണ് എന്നാണ്. എന്താണ് അതിന്റെ മീനിങ്? നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകം പെട്ടെന്ന് നിൽക്കുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്നു, നമ്മുടെ വരുമാനം മുഴുവനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ഒബ്വിയസ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ നിന്നെങ്കിലും പണം കടം വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പണം കടം വാങ്ങിക്കും, പിന്നെ അതിനുശേഷം ആ കടം പേ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. അതിനുശേഷം വീണ്ടും മറ്റൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കും, ഈ ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യാനായിട്ട് വീണ്ടും മറ്റൊരു കടം എടുക്കും. അങ്ങനെ ആ ഒരു കടത്തിന്റെ ലൂപ്പിലേക്കോ അല്ലെങ്കിൽ കടത്തിന്റെ ട്രാപ്പിലേക്കോ നമ്മൾ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എമർജൻസി ഫണ്ട് ഉള്ള വീടുകളിൽ ഇങ്ങനെ ഡെറ്റിന്റെ ട്രാപ്പിലേക്ക് പോകാനുള്ള ചാൻസസ് 70% കുറവാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ
ആ ഒരു മോശം സിറ്റുവേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാം എന്ന് പല സ്റ്റഡീസും നമുക്ക് വായിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഒരു ജോലി നഷ്ടപ്പെടുവോ, ഇപ്പൊ കോവിഡ് പോലൊരു പാൻഡമിക് വരുവോ, അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷൻ കാരണം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരുവോ, എന്തെങ്കിലും സംഭവിച്ചാൽ ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, അത് നമുക്കൊരു മെന്റൽ സപ്പോർട്ടും കൂടി ആയിരിക്കും. കോവിഡ് സമയത്തൊക്കെ നടന്ന പല സ്റ്റഡീസും ഇതിനെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റഡീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കോമൺ സെൻസ് ആണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എടുത്ത് ഉപയോഗിക്കാനൊരു പണമായിട്ട് കാണണ്ട. അത് നമുക്ക് ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു വലിയ ഡെറ്റ് ട്രാപ്പിൽ, ഒരു കടക്കെണിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനോ നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മാറ്റി നിർത്താനോ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സൂപ്പർ പവർ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണ്? 3 തൊട്ട് 6 മാസം വരെ നമ്മുടെ ചെലവിനാവശ്യമാകുന്ന പണം നമ്മൾ എവിടെയെങ്കിലും മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഒറ്റയടിക്ക് ഒരു ദിവസം ഇന്ന് തന്നെ അത്രയും പണം എടുത്ത് മാറ്റിവെക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് ഇല്ല എങ്കിൽ ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത ദിവസം സാലറി അല്ലെങ്കിൽ അടുത്ത തവണ സാലറി കിട്ടുന്ന സമയത്ത് വളരെ ചെറിയൊരു എമൗണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 മാസം കൊണ്ടോ നമ്മുടെ ആ ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി അടുത്ത സെക്ഷൻ, ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു സിസ്റ്റം ഇതങ്ങനെ എളുപ്പത്തിൽ വിസിബിൾ ആവുന്ന ഒരു സിസ്റ്റം അല്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ 2 സെനാരിയോ പറയാം. രണ്ടാളുകൾ അവര് പഠിച്ചത് ഒരേ കാര്യം തന്നെയാണ്, അവര് ജോലി ചെയ്യുന്നത് ഒരേ ഫീൽഡിലാണ്, അവരുടെ സാലറി ഒക്കെ ഏകദേശം സിമിലർ ആണ്. അവർ രണ്ടുപേരും 50 ലക്ഷം രൂപ വിലയുള്ള ഒരു വീട് വാങ്ങാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ലോൺ എടുക്കുന്നു. ഒരാൾക്ക് 7% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോൺ കിട്ടിയത്, മറ്റേ ആൾക്ക് 8.5% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോൺ കിട്ടിയത്. 30 വർഷത്തേക്കാണ് ഇവർ ലോൺ എടുത്തത് എങ്കിൽ ഈ 8.5% ലോൺ, അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടിയ ആൾ കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടിയ ആളെക്കാളും 5181 രൂപ എല്ലാ മാസവും കൂടുതൽ അടയ്ക്കുന്നുണ്ട്. അതായത് ഈ 30 വർഷത്തെ സമയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 19 ലക്ഷം രൂപ ഇയാൾ കൂടുതൽ അടയ്ക്കുന്നുണ്ട് ആ സെയിം വിലയുള്ള വീടിന് വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് ഈ 19 ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തത് അദ്ദേഹത്തിന്റെ മോശം ഫിനാൻഷ്യൽ ബിഹേവിയറിന് കൊടുക്കുന്ന ഫൈനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. മിക്ക രാജ്യങ്ങളിലും നമ്മൾ ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സർവീസ് ഏജൻസിയുടെ അടുത്ത് ചെന്ന് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്തോ അവര് നമുക്കൊരു സ്കോർ തരും. ലോൺ കൊടുക്കാൻ കൊള്ളാവുന്ന ആളാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്കോർ അവർ നമുക്ക് തരും. ഇതിനെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ നാട്ടിലും ഈ സെയിം സിസ്റ്റം ഉണ്ട്. ഈ സ്കോർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ബാങ്കുകൾ ഡോർ തുറന്നു വെക്കുമോ, നിങ്ങളുടെ മുമ്പിൽ ഡോർ അടയ്ക്കുമോ, കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമോ, കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമോ, എത്ര രൂപ കിട്ടും, എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഈ ക്രെഡിറ്റ് സ്കോർ ആണ്. ഇനി എനിക്ക് ഒരുപാട് ഇൻകം ഉണ്ട് എന്ന് കരുതുക. ഒരുപാട് ഇൻകം ഉള്ളത് കൊണ്ട് എനിക്ക് ക്രെഡിറ്റ് സ്കോർ നല്ലതാവണം എന്നൊരു നിർബന്ധവും ഇല്ല. എത്ര കൂടുതൽ പണം ഉണ്ടാക്കിയാലും എത്ര കുറവ് പണം ഉണ്ടാക്കിയാലും ഈ സ്കോർ ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറിനെയാണ്. നിങ്ങൾ കൃത്യസമയത്ത് മുമ്പെടുത്തിട്ടുള്ള ലോണുകൾ അടച്ചിട്ടുണ്ടോ? നിങ്ങൾ മുമ്പെടുത്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡിലൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾ എത്രത്തോളം കീപ്പ് ചെയ്തിട്ടുണ്ട്? എത്ര പെർസെൻറ്റേജ് ഓഫ് ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട്? ഈ ഒരു റീപേയിങ് പാറ്റേൺ നിങ്ങൾ എത്രത്തോളം കാലം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഈ ഫോൺ പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ലോൺ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പോപ്പപ്പ് ഒക്കെ വരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ലോൺ എടുക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവിടെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ അവർ വാട്ട് ഈസ് ഇമ്പാക്ടിങ് യുവർ സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ സംഭവം നിങ്ങൾക്ക് ഗൂഗിളിലും റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടെത്താം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്ക് പറയുന്നു എന്ന് മാത്രം. പറ്റുമെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. ഇവിടെ ഓൺ ടൈം പേയ്മെന്റ്സ്, അതായത് കൃത്യമായിട്ടുള്ള സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ പേയ്മെന്റുകളൊക്കെ അടച്ചിട്ടുണ്ട് എങ്കിൽ നല്ല രീതിയിലായിരിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ തൊട്ട് താഴെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ, അതിന്റെ തൊട്ട് താഴെ ക്രെഡിറ്റ് ഏജ്, അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അടച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതും മീഡിയം ഇമ്പാക്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെ ഒരു പേയ്മെന്റ് 30 ദിവസത്തേക്ക് നിങ്ങൾ മിസ് ചെയ്താൽ 59 പോയിന്റ് താഴെ പോകും എന്നിവിടെ പറയുന്നുണ്ട്. പുതിയൊരു പേഴ്സണൽ ലോൺ എടുത്താൽ 3 പോയിന്റ് താഴെ പോകും എന്ന് പറയുന്നുണ്ട്. പുതിയൊരു ക്രെഡിറ്റ് കാർഡ് 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുത്താൽ 1 പോയിന്റ് താഴെ പോകും എന്ന് പറയുന്നുണ്ട്. 90 ദിവസത്തേക്ക് നിങ്ങൾ ഒരു പേയ്മെന്റ് മിസ് ചെയ്താൽ 176 പോയിന്റ് താഴോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
ഈ കാര്യങ്ങളെല്ലാം വളരെ ഈസിലി പല ഏജൻസികളുടെ കയ്യിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഭാവിയിൽ ലോൺ എടുക്കാൻ പോകുന്ന ബാങ്കുകളുടെ കയ്യിലും ഇത് അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ലോൺ ആപ്ലിക്കേഷൻസ് ഒരേ സമയം ഇടാതിരിക്കാൻ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ലോങ് ടേമിൽ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ലോങ് ടേം ബാങ്ക് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ക്ലോസ് ചെയ്ത് ഒഴിവാക്കരുത്. ഒരുപാട് നാളത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉള്ളത് നല്ല കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യം ഓൺ ടൈം പേയ്മെന്റ്. എന്ത് തരം പേയ്മെന്റ് ഉണ്ടെങ്കിലും അത് കൃത്യമായ ദിവസം തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ആക്ഷനബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത സെക്ഷനിൽ നമ്മളെയൊക്കെ ഒരുപാട് പേടിയോടുകൂടി കാണാൻ പഠിപ്പിച്ച ഒരു സംഭവമാണ്. ആദ്യം തന്നെ ഈ ഒരു സംഭവത്തിന്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറയാം. എങ്ങനെ ഇത് അവിടെ നിന്നും വളർന്ന് നമ്മുടെ സൈക്കോളജിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഇത്ര വലിയൊരു സംഭവമായി മാറി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കടമെടുക്കുക എന്ന് പറയുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു മോശം കാര്യമൊന്നും ആയിരുന്നില്ല. അതൊരു ലൈഫ് ലൈൻ പോലെ ആയിരുന്നു. ഏർലി മെസപ്പൊട്ടാമിയയിൽ പോലും ഫാമേഴ്സ് അവർക്ക് അവരുടെ പറമ്പിൽ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് അവര് ചാക്ക് കണക്കിന് സീഡ്സും ഗ്രെയിൻസും ഒക്കെ കടമായിട്ട് വാങ്ങിക്കും. അതിനുശേഷം അവര് കൃഷിയൊക്കെ ചെയ്തതിന് ശേഷം ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ തിരികെ കൊടുക്കും. അവർ എടുക്കുന്ന ഈ ഒരു ലോൺ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം അവരുടെ ഫാമിലിയെ മാത്രമല്ല ആ ഒരു കംപ്ലീറ്റ് വില്ലേജിനെ പോലും ഫീഡ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ വരൾച്ചയുള്ള സമയത്തോ മറ്റു സമയത്തോ ഫീഡ് ചെയ്യാൻ പോലും ഈ അവരുണ്ടാക്കി വന്ന ഈ ഹാർവെസ്റ്റ് ആയിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ബോണ്ടിങ് സിസ്റ്റം കൂടിയായിരുന്നു. വളരെ സിമിലർ ആയിട്ടുള്ള ഡെറ്റ് സിസ്റ്റം, അതായത് കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതുമായിട്ടുള്ള സിസ്റ്റം ഇന്നും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത EMI പോലത്തെ സംഭവങ്ങൾ വന്നിട്ട് ഇത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കി ഇതും ആ ഡെറ്റും സെയിം ആണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുത്താനായിട്ട് ഇപ്പൊ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കടക്കെണിയിൽ ചെന്ന് വീഴുന്നത്. കാഴ്ചയിൽ ഇത് രണ്ടും ഒരേപോലെ തോന്നുമെങ്കിലും ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു മതിലിൽ ചാരി വെച്ച ലാഡർ പോലെയാണ് ഇത് എന്നാണ് വിവരമുള്ള ആളുകളൊക്കെ പറയുന്നത്. അവരത് പറയുന്നതിന്റെ കാരണം ഒന്ന് നമ്മളെ ശരിയായ രീതിയിൽ മുകളിലോട്ട് കയറാൻ സഹായിക്കുന്ന സമയത്ത്, മറ്റത് നമ്മളെ ഫോഴ്സ്ഫുള്ളി താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കാൻ വേണ്ടിയോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ റീസണബിൾ ആയിട്ടുള്ള ലിവിങ്ങിന് വേണ്ടിയിട്ടോ ഒരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ടോ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടി നമ്മൾ ലോൺ എടുക്കാറുണ്ട്. അതിനെയൊക്കെ നമ്മളെ മുകളിലോട്ട് കയറാൻ, അതായത് ആ ലാഡർ മുകളിലോട്ട് കയറാൻ ഹെൽപ്പ് ചെയ്യുന്ന ലോണായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അൺനെസസറി ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡും പേ ഡേ ലോൺസ്, അതായത് സാലറി ലോൺസും ബൈ നൗ പേ ലേറ്റർ സിസ്റ്റവും EMIയും ഇതെല്ലാം നമ്മളെ ഫോഴ്സ്ഫുള്ളി താഴോട്ട് ഇറക്കുന്ന ലാഡർ തന്നെയാണ്. ഈ ഒരു സെക്ഷനിൽ ആക്ഷനബിൾ ആയിട്ട് നമുക്ക് എടുക്കാനുള്ള സ്റ്റെപ്പ് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എപ്പോൾ ഒരു ലോൺ എടുക്കുമ്പോഴും EMI എടുക്കുമ്പോഴും ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. പെട്ടെന്ന് നമ്മൾ വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഷോപ്പിംഗ് മോളിൽ കാണുന്ന ഒരു ലോൺ ഏജന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നതോ, അതല്ലെങ്കിൽ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ കയറി ചെക്കൗട്ട് പേജിൽ എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലോൺ തരാം, അതല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പണം ബോറോ ചെയ്യാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പണം ബോറോ ചെയ്യുന്നതിനോ പകരം കൃത്യമായിട്ട് ഇൻഫോംഡ് ആയിട്ട് ലോൺ എടുക്കുന്ന പ്രോസസ്സിൽ കൂടെ കടന്നു പോയി വേണം നമ്മൾ ലോൺ എടുക്കുന്ന ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. അങ്ങനെ തന്നെ വേണം നമ്മുടെ അടുത്ത ലോൺ നമ്മൾ പ്ലാൻ ചെയ്യാൻ. പെട്ടെന്ന് കയറി വരുന്ന ഒരു സർപ്രൈസോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റായിട്ട് കയറി വരുന്ന ഒരാളെ അകത്തോട്ട് കയറ്റി ഇരുത്തുന്നത് പോലെയല്ല കടമോ ഡെറ്റോ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ടത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്ത് ഇൻഫോംഡ് ആയിട്ട് വേണം നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. അങ്ങനെ തീരുമാനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇൻഫോംഡ് ആയിട്ട് എടുത്തില്ല എങ്കിൽ നമ്മൾ പോലും അറിയാതെ ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന ഹിഡൻ ആയിട്ടുള്ള ചാർജസും കോസ്റ്റുകളും ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഒരുപാട് ലേറ്റർ സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ സെക്ഷനിലെ ടേക്ക് അവേ. ഇനി അടുത്ത സെക്ഷൻ ഒട്ടും എക്സൈറ്റിംഗ് അല്ലാത്തൊരു സെക്ഷനാണ്. നമുക്കൊരു ഇമാജിനറി വേൾഡ് ഒന്ന് മനസ്സിൽ കാണാം. ഏത് സമയവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റിയോർ ഷവർ നടക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ എപ്പോഴും നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡും കൊണ്ടായിരിക്കില്ലേ നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം. ഇനി ഞാൻ ഈ പറഞ്ഞ ഇമാജിനറി വേൾഡ് ശരിക്കും ഇമാജിനറി അല്ല, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം തന്നെയാണെങ്കിലോ മീറ്റിയോർ ഷവറിന് പകരം പലതരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്രൈസിസ് ആണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇൻഷുറൻസിനെ പറ്റി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. വളഞ്ഞു ചുറ്റി പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫാക്കി പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു ക്രൈസിസ് വരുമ്പോൾ പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്കുള്ള ഇൻഷുറൻസ് തന്നെയാണ്. ഇവിടെ ആക്ഷനബിൾ ആയിട്ട് നമ്മൾ എടുക്കാനുള്ള ഒരേ ഒരു കാര്യം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, പണച്ചെലവുള്ള കാര്യം തന്നെയാണ്. ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എല്ലാം വളരെ ഈസി ആയി എന്നും അല്ല ഞാൻ പറയാൻ വരുന്നത്. പക്ഷേ എക്സ്ട്രീംലി ഹാർഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ഈ ഇൻഷുറൻസ് നമ്മളെ സഹായിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ്
പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് കൂടുതൽ പറയുന്നില്ല, പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. പക്ഷേ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ വളരെ ഇമ്പോർട്ടൻറ്റും മാറ്റിവെക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഇൻഷുറൻസ്. ഇനി അടുത്ത സെക്ഷൻ, പലപ്പോഴും പറഞ്ഞ ഒരു എക്സാമ്പിളിൽ കൂടെ തന്നെ കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് എല്ലാ മാസവും 5 തേങ്ങ കിട്ടും. വളരെ ശ്രദ്ധയോടെ ഇത് നമ്മൾ ഡെയിലി ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ യൂസേജ് ഒക്കെ മാനേജ് ചെയ്ത് കൃത്യമായിട്ട് ഒരു മാസം ഈ 5 തേങ്ങ വെച്ച് നമ്മളിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നു. അത് ഒരു ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? നമ്മുടെ യൂസേജ് നല്ലപോലെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു. 4 എണ്ണം യൂസ് ചെയ്ത് ഒരെണ്ണം എടുത്ത് അടുത്ത മാസത്തേക്ക് അതല്ലെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നു. മറ്റൊരു ഓപ്ഷൻ, ഈ 4 എണ്ണം മാത്രം വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമ്മൾ കൺസ്യൂം ചെയ്യും. ബാക്കി ഒരെണ്ണം മേ ബി നമ്മൾ നട്ടുവെക്കുന്നു. ഞാൻ പറയുന്നത് ഇതൊരു എക്സാമ്പിളാണ്. അങ്ങനെ നമ്മൾ ഒരു തേങ്ങ എടുത്ത് നട്ടാൽ അത് തെങ്ങായിട്ട് കിളിച്ച് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു എക്സാമ്പിളായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചിലവ് കുറച്ച് എല്ലാ മാസവും ഒരെണ്ണം വീതം കുഴിച്ചു വെച്ചാൽ വെച്ചതെല്ലാം മരമായി മാറില്ല എങ്കിലും ഈ നട്ട 10 എണ്ണത്തിൽ 2 എണ്ണം മരമായി നമുക്ക് തേങ്ങ ഭാവിയിൽ തന്നേക്കാം. ഈ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പണം സേവ് ചെയ്ത് വെക്കുന്നത് പോലെയും ഈ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നത് പോലെയും ആണ്. ഇവിടെ വളരെ ക്ലിയർ ആണ്. സേവ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ സ്റ്റോർ റൂമിൽ തന്നെ ആ തേങ്ങ നമ്മൾ മാറ്റി വെക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഈ തേർഡ് ഓപ്ഷൻ ആണെങ്കിൽ, അതായത് ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ നല്ല പേഷ്യൻസ് വേണം, നല്ലപോലെ സമയമെടുക്കും. ചിലപ്പോൾ അത് ചീത്തയായി പോകാനും നഷ്ടം വരാനുമുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഈ നട്ടതിൽ കുറച്ചെങ്കിലും നന്നായിട്ട് വന്നാൽ അതായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഭാവിയിൽ പോകുന്നത്. പേഴ്സണൽ ഫിനാൻസിൽ ഈ ഇൻവെസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നത് വേറെ ഒരു ടോപ്പിക്കാണ്. അതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റുകൾ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെക്ഷനിലെ ടേക്ക് അവേ വളരെ ക്ലിയർ ആയി ഞാനൊന്ന് പറയാം. ഇൻവെസ്റ്റിംഗ് എന്നത് നമ്മുടെ പണത്തെ ഗ്രോ ചെയ്യാൻ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അത് ഒരു മരം നടുന്നത് പോലെയാണ്. വളരെയധികം ടൈം എടുക്കുന്ന, നല്ലതുപോലെ പേഷ്യൻസ് വേണ്ട ഒരു കാര്യവുമാണ്. ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റിംഗ് ഒരു മരം നടുന്നത് പോലെയാണ് എന്ന്. നമുക്ക് മാങ്ങയാണ് വേണ്ടത് എന്നുള്ളപ്പോൾ നമ്മൾ മാവാണ് നടേണ്ടത്. സോ എപ്പോഴും ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് തന്നെ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇനി എൻ്റെ മുന്നിൽ 6 മാസം സമയമുള്ളപ്പോൾ ഞാൻ വെക്കുന്ന മരം അതല്ലെങ്കിൽ ചെടി ആയിരിക്കില്ല എൻ്റെ മുന്നിൽ 10 വർഷം ഉള്ളപ്പോൾ. ചെറിയ കാലയളവ് മാത്രം എൻ്റെ മുന്നിൽ ഉള്ളപ്പോൾ ചിലപ്പോൾ ഞാൻ വാഴയായിരിക്കും വെക്കുന്നത്. ലോങ് ടേമിലേക്ക് എനിക്ക് സമയമുള്ളപ്പോൾ ആയിരിക്കും ഞാൻ ചിലപ്പോൾ തെങ്ങും മാവും ഒക്കെ നടാനായിട്ട് ശ്രമിക്കുന്നത്. ഇൻവെസ്റ്റിങ്ങും അതേപോലെ നമ്മുടെ ടൈം ഹൊറൈസൺ മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത സെക്ഷൻ, റിട്ടയർമെന്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഒന്നുകിൽ ഓൾഡ് ആയിട്ടുള്ള ഒരു ആളിന്റെ, അതല്ലെങ്കിൽ പ്രായം ലൈക്ക് 60 70 അങ്ങനെയൊക്കെ. പക്ഷേ റിട്ടയർമെന്റിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ മൊമെന്റായി കാണാൻ തുടങ്ങണം. നമ്മുടെ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കി തരുന്ന മൊമെന്റ്. ഞാനീ പറഞ്ഞത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കലാണ്. ആ ഒരു പോയിന്റിൽ നമുക്ക് ജോലിക്ക് പോകുക എന്നത് പോലും ഓപ്ഷണൽ ആയിരിക്കും. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതല്ല റിട്ടയർമെന്റ്. ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നതാണ്. ചില ആളുകൾ 40s-ലെത്തും, ചിലർ 60s-ലായിരിക്കും എത്തുന്നത്, ചിലർ ഒരിക്കലും എത്തില്ല. നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് അങ്ങനെ എത്താതെ ഇരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. എല്ലാം നമ്മുടെ മിസ്റ്റേക്സ് ആണ് എന്ന് പറയാനും സാധിക്കില്ല. എങ്കിൽ പോലും ഈ ഒരു സ്റ്റേജിൽ എത്താൻ സാധിക്കുന്നവരും എത്താൻ സാധിക്കാത്തവരും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഡെക്കേഡ്സ് മുമ്പ് അവരെടുത്ത വളരെ ചെറിയ തീരുമാനമാണ്. ആ തീരുമാനം മറ്റൊന്നുമല്ല, റിട്ടയർമെന്റിന് വേണ്ടി പ്ലാൻ ചെയ്യണം എന്നെടുത്ത തീരുമാനം. അത് അച്ചീവ് ചെയ്ത ഒരാൾ പോലും ആക്സിഡന്റലി അത് അച്ചീവ് ചെയ്തവരല്ല. അവർ അത് പ്ലാൻ ചെയ്ത് തന്നെ നേടിയെടുത്തതാണ്. അവിടെ ചിലപ്പോൾ വലിയ കോൺട്രിബ്യൂഷനോ ഒരുപാട് പണം ഒറ്റയടിക്ക് മാറ്റിവെക്കുകയോ അല്ല അവർ ചെയ്തത്. വളരെ ചെറിയ കോൺട്രിബ്യൂഷൻ കുറെ നാളത്തേക്ക് ചെയ്യുകയായിരുന്നു അവർ ചെയ്യുന്നത്. റിട്ടയർമെന്റ് എന്നത് പേഴ്സണൽ ഫിനാൻസിൽ വലിയൊരു ഭാഗമാണ്. നമ്മൾ അത് പലപ്പോഴും തിരിച്ചറിയുന്നത് തന്നെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് തന്നെയാണ് റിട്ടയർമെന്റ് പ്ലാനിങ്. അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് അവെയർ ആകുക. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് പ്രായമായ വേറെ ആർക്കൊക്കെയോ ഉള്ളതാണ് എന്നുള്ള തോട്ട് മാറ്റി ഒരു സമയമാകുമ്പോൾ നമുക്കും അത് വേണ്ടി വരും എന്നുള്ള റിയലൈസേഷനാണ് നമുക്ക് വേണ്ടത്. അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ ചെറിയ കോൺട്രിബ്യൂഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നത്. നമ്മൾ ഈ പഠിച്ചതിനൊക്കെ കൂടെ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ പണം അനധികൃതമായിട്ട് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുക എന്നത്. സ്കാംസ് എന്നത് വളരെ ബ്രൂട്ടലായ, ഒരു മനസാക്ഷിയുമില്ലാത്ത, എമ്പതി എന്താണെന്ന് പോലും അറിയാത്ത പേ പിടിച്ച ഒരു മൃഗത്തെ പോലെയാണ്. അതിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു മേഴ്സിയും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ അതിൽ പോയി വീഴാതിരിക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫിയർ അല്ലെങ്കിൽ പേടി, ഗ്രീഡ്
അല്ലെങ്കിൽ അത്യാഗ്രഹം, അർജൻസി അല്ലെങ്കിൽ തിടുക്കം, ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ കൗതുകം. ഈ 4 ഇമോഷൻസ് ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു കോഴ്സ് സെല്ല് ചെയ്യാൻ ഒരാൾ വന്നാൽ, ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നാൽ, ഒരു മെസ്സേജ് വന്നാൽ, ഇതിലെല്ലാം ഒരു നിമിഷം ആലോചിക്കുക, ഈ 4 ഇമോഷൻസ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. പലപ്പോഴും ഈ 4 ഇമോഷൻസ് വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത നമുക്ക് ലോജിക്കലായി തിങ്ക് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് കാര്യങ്ങൾ ലോജിക്കലായി ചിന്തിക്കാൻ ശീലിക്കുക. പല രാജ്യങ്ങളിലുള്ള ഇങ്ങനെയുള്ള സ്കാംസിനെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതിനെ ഡോർ സ്റ്റെപ്പ് ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ സഡൻ ആയിട്ട് വരുമ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക. അവിടെ അർജൻസി ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ? അതായത് 2 എണ്ണമേ ഉള്ളൂ, നാളെ ഓഫർ തീരും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു, വേഗം OTP തരും, അങ്ങനെയൊക്കെ. രണ്ടാമത്തത്, ഹൈ റിട്ടേൺസ് ഓഫർ ചെയ്യുന്നുണ്ടോ? ലൈക്ക് 2 മാസത്തിൽ തന്നെ ഒരുപാട് പണം തരാം, 30 ദിവസത്തിൽ തന്നെ നമുക്ക് തരാം, എങ്ങും കേൾക്കാൻ ഇടയില്ലാത്ത റിട്ടേൺസ് അവർ ഓഫർ ചെയ്യുന്നുണ്ടോ? ഇനി ലാസ്റ്റ് ചോദ്യം, ഇമോഷണൽ പ്രഷർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇങ്ങനെ ജീവിച്ചാൽ എന്ത് കാര്യം, കടങ്ങളൊക്കെ നമുക്ക് തീർക്കണ്ടേ? ഈ തരത്തിലുള്ള ഇമോഷണൽ പ്രഷർ. ഈ ചോദ്യമൊക്കെ യെസ് ആണ് എങ്കിൽ അവിടെ ആ ടെസ്റ്റ് ഫെയിലായി. ശരിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ ഇങ്ങനെ ഏതൊക്കെ ചോദ്യം ചോദിച്ചാലും ആ ചോദ്യങ്ങളെ അത് അതിജീവിക്കും. ബട്ട് ഫേക്ക് ആണ് എങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഒക്കെ മുന്നിൽ അത് കൊളാപ്സ് ചെയ്യും. ഇവിടെ ഒരേ ഒരു ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, ഈ ചോദ്യങ്ങൾ ഓർത്തു വെക്കുക. ഏതൊരു ഓപ്പർച്യൂണിറ്റിയോടും ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ടെസ്റ്റ് ഫെയിൽ ആയാൽ അവിടെ നിന്ന് മാറി നിൽക്കുക. ഇന്നത്തെ ലോകത്ത് ഫിനാൻഷ്യൽ നോളജിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതും അവിടെ നിന്ന് മാറി നിൽക്കുന്നതും. നൗ ടാക്സസ്. നമ്മൾ എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെയോ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ടാക്സസ്. പച്ചക്കറി വാങ്ങിയാലും, പെട്രോൾ അടിച്ചാലും, കറണ്ട് ബില്ല് അടച്ചാലും, ഈവൻ സാലറി വാങ്ങാൻ പോലും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. കുറേയൊക്കെ ടാക്സുകൾ വിസിബിൾ ആണ് എങ്കിലും മിക്കതും ഇൻവിസിബിൾ ആണ്. നമ്മളൊരു ടാക്സ് എക്സ്പേർട്ട് ഒന്നും ആവണമെന്നില്ല. എങ്കിലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അറിയാതെയെങ്കിലും കൂടുതൽ ടാക്സ് അട്രാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് 2025 ജനുവരിയിൽ വാങ്ങുന്നു. ഇക്വിറ്റി ബേസ്ഡ് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്. എനിക്കിപ്പോ അത് ലാഭത്തിലാണ് ഉള്ളത് എന്ന് കരുതുക. ഞാനത് ഇന്ന് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് 12 മാസത്തിന് മുന്നേ സെല്ല് ചെയ്താൽ അവിടെ എനിക്ക് കിട്ടുന്ന ലാഭത്തിന് 20% ഞാൻ ടാക്സ് കൊടുക്കണം. എന്നാൽ 12 മാസം കഴിഞ്ഞാണെങ്കിൽ 12.5% ടാക്സ് മാത്രം കൊടുത്താൽ മതിയാകും. സോ അപ്പോൾ നമ്മൾ ടാക്സ് സേവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പറ്റുമെങ്കിൽ 1 മാസം കൂടെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രത്തോളം ടാക്സ് സേവ് ചെയ്യാം. ഇത് മാത്രമല്ല, ഹോം ലോണും ഹെൽത്ത് ഇൻഷുറൻസും എഡ്യൂക്കേഷൻ ലോണും ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പലതരത്തിൽ സാധിക്കും. മിക്ക ആളുകളും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അറിയാത്ത ആളുകൾ അവെയർ ആകുക. ടാക്സ് അവെയർനെസ് ഇല്ലാതെയുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി പണി തീരാത്ത ഒരു വീട് പോലെയാണ്. സോ ടാക്സസിൽ കൂടെ അവെയർനെസ് നമ്മൾ കൊണ്ടുവരണം. നമ്മളിപ്പോൾ തന്നെ ഈ വീഡിയോയിൽ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാം. എക്സ്പെൻസസ്, EMI, ലോൺസ്, എമർജൻസി ഫണ്ട്, ക്രെഡിറ്റ് സ്കോർ, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, റിട്ടയർമെന്റ്, സ്കാംസ്, ടാക്സസ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതങ്ങനെ ആർക്കും മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ല. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ഇത് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നത് എല്ലാം ഒറ്റ ഫ്രെയിമിൽ നമ്മൾ കാണുമ്പോഴാണ്. ഓരോന്നായിട്ട് പതിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവഞ്ച്വലി ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് കിട്ടും. വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പണം നമ്മുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. കുറച്ച് ശ്രദ്ധയോടെ ഒബ്സർവ് ചെയ്യുക. എവിടെയാണ് പണം റെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫ്ലോ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പണത്തിന്റെ മൂവ്മെന്റിനെ 70% ഡിസൈഡ് ചെയ്യുന്നത് ആളുകളുടെ ബിഹേവിയർ കാരണമാണ് എന്ന്. നമ്മൾ ഉൾപ്പെടുന്ന ആളുകളുടെ ബിഹേവിയർ. നമ്മുടെ ആ ബിഹേവിയർ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്താൽ പണം നമ്മളിലേക്ക് വരും. കുറച്ച് നാൾ റെസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഗ്രോ ചെയ്തു എന്നും വരും. ഈ വീഡിയോയിൽ പല ആക്ഷനബിൾ ആയിട്ടുള്ള ടേക്ക് അവേസ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞു. എന്നാൽ ഒരേ ഒരു ടേക്ക് അവേ മെസ്സേജ് നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത് ഏതാണ് എന്ന് ഞാൻ പറയാം. ആർക്കും നോട്ടീസ് പോലും ചെയ്യാൻ സാധിക്കാത്ത വളരെ സ്മോൾ, സൈലന്റ്, കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ് ആണ് നമ്മുടെ എൻറ്റയർ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ സിമ്പിൾ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഈ സിസ്റ്റം ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യും. പണം നമുക്ക് തലവേദന തരുന്ന ഒരു സ്ട്രെസ് മേക്കർ അല്ല. നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റേജിൽ നിന്ന് തന്നെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ബാക്ക് സ്റ്റേജിലുള്ള ഒരു ടൂള് മാത്രമാണ് എന്ന്. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.